എടാ കോടതിയുടെ ഉള്ളിലെത്തി. എന്തൊക്കെയല്ലോ സംഭവിക്കാണ്. കോടതിൻ്റെ അകത്ത് അതിക്രമിച്ച് കയറി എന്ന് പറഞ്ഞിട്ട് നമ്മളാ എന്നോട് ബൈക്കിലെടുത്ത് റെഡി ആയി നിൽക്കുന്നുണ്ട്. റാപ്പ് നോക്കിക്കോ. ഓക്കെ, നമ്മളുള്ളത് നമ്മുടെ ദർബാർ ഹോൾ ഗ്രൗണ്ടിൻ്റെ മുമ്പിലാണ് കേട്ടോ. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് രാവിലെ തന്നെ ഇറങ്ങിയതാണ്. ബാക്കി ആരും എഴുന്നേറ്റില്ല. അപ്പോൾ നമ്മളിന്ന് നമ്മളെ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ ചുറ്റുപാടുള്ള നല്ല നല്ല സ്ഥലങ്ങൾ പോയി കാണാൻ പോവുകയാണ്. അതാണ് നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ വന്നിട്ടോ ഈ വീഡിയോയിലൂടെ. അപ്പോൾ നമുക്ക് വിട്ടാലോ. ദർബാർ ഹോൾ ഗ്രൗണ്ട് നിങ്ങൾ എൻ്റെ ബാക്കിയുള്ള വീഡിയോകളിൽ കണ്ടതായിരിക്കും. നമ്മുടെ ബിനാലയൊക്കെ നടക്കുന്ന സ്ഥലമാണിത്. ഓക്കെ, ലളിതകല അക്കാദമിയൊക്കെ ഇവിടെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വിട്ടേക്കാം. എറണാകുളത്തൊക്കെ ക്ഷേത്രം. ഇവിടെ ഒരുപാട് സർക്കാർ സ്ഥാപനങ്ങളൊക്കെയാണ് വരുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് ഒരു പാർക്കും കാണാം. ഇത് കണ്ടോ, നല്ല പീസ്ഫുൾ ആണ് കേട്ടോ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തീരെ തിരക്കൊന്നുമില്ല. റോഡൊക്കെ ഏകദേശം കാലിയാണ്. ബ്ലോക്ക് കാര്യങ്ങളൊന്നുമില്ല. ഇത് നമ്മുടെ മഹാരാജാസ് കോളേജ്. ഒരുപാട് മഹാന്മാർ പഠിച്ചതും ഒരുപാട് ചരിത്രം ഇറങ്ങുന്നതായ നമ്മുടെ മഹാരാജാസ് കോളേജ് ആട്ടോ കണ്ടത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ ഒരു പാർക്കും ഉണ്ട്. ആൾക്കാരൊക്കെ മോർണിംഗ് വാക്കിനും മറ്റും ഇറങ്ങിയ ഒരു കാഴ്ചയാണ് കാണുന്നത്. നമ്മുടെ സുഭാഷ് പാർക്ക്. പിന്നെ അപ്പുറത്തായിട്ട് നമുക്ക് കായൽ കാണാൻ പറ്റുന്നുണ്ട്, കൊച്ചി കായൽ. ഈ ബിൽഡിങ്ങുകളുടെ അപ്പുറത്തായിട്ടാണ് നമ്മുടെ മറൈൻ ഡ്രൈവ് വരുന്നത്. ഇവിടെ ഇപ്പം പണി നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗമാണ്. അപ്പം നമുക്ക് മറൈൻ ഡ്രൈവ് മറ്റേ അപ്പുറത്തോട്ട് പോവാം, ഹൈക്കോടതി ജംഗ്ഷൻ്റെ ഭാഗത്തുള്ള. റോഡിലൊന്നും തിരക്കുകളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഓൾമോസ്റ്റ് ഹൈക്കോടതി ജംഗ്ഷൻ സിഗ്നലിൻ്റെ അവിടെ എത്തി കേട്ടോ. മറൈൻ ഡ്രൈവിലോട്ട് പോകാനാണ്. മറൈൻ ഡ്രൈവാണ് ഇപ്പം നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം. എടാ ഇവിടെയാണ് കേട്ടോ. എന്തിനാ ചേട്ടൻ ഇങ്ങനെ ഓണടിക്കുന്നത്? എല്ലാവർക്കും ഭയങ്കര തിരക്കാണല്ലോ. ആർമി ഓഫീസർ ആ ജംഗ്ഷനിലെത്തിയപ്പോൾ പെട്ടെന്ന് ഭയങ്കര തിരക്കായി പോയി. നമ്മുടെ രാജപ്പൻ അതുൽ രാജ് കേട്ടോ. ഇവനും കണ്ണൂരുകാരനാണ്. കണ്ണൂർ എവിടെയാണ് സ്ഥലം? ധർമ്മടം. ഓക്കെ, ധർമ്മടത്താണ് ഇവൻ. നമ്മൾ ഒരുമിച്ച് കോളേജിൽ പഠിക്കുന്നത് തന്നെ കേട്ടോ. അപ്പോൾ ഇവർ ചേർത്തലുള്ള വേറൊരു കമ്പനിയിൽ ഇൻറ്റേൺഷിപ്പിന് വന്നതാണ്. അത് ഞാൻ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. എടാ നീ ഇവിടുന്ന് കുലുക്കി കുടിച്ചിട്ടുണ്ടോ? ഇവിടുത്തെ കുലുക്കി ഭയങ്കര രസമാണ്. നിങ്ങൾ പല വീഡിയോസും കണ്ടിട്ടുണ്ടാവും. ഈ പൊക്കി അടിക്കുക, ഈ ഗ്ലാസ് 2-3 പ്രാവശ്യം കറക്കുക, അങ്ങനത്തെ സെറ്റപ്പ് എല്ലാം ആയിട്ട്. രാവിലെ ഒരു 7 മണിക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് എക്സസൈസ് ചെയ്യാനും ഒരുപാട് പേര് ഇങ്ങനെ ജോഗ് ചെയ്യാനൊക്കെ ഇറങ്ങിയിട്ടൊക്കെ കാണാം. ഇവിടെ എന്താണ് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ടോ? ബ്ലോക്ക് ചെയ്തിട്ട് ഇവിടെ എന്തോ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് കേട്ടോ. ഇത് മൊത്തം ബ്ലോക്ക് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഇടയിലൂടെ നോക്കി എന്താ കാണുക? നമുക്ക് നോക്കാം. കുറച്ചും കൂടി അങ്ങോട്ട് നടന്ന സ്ഥലങ്ങളുണ്ടാവുന്നതാണ് അവിടുത്തെ പോലീസ് ചേട്ടൻ പറഞ്ഞത്. ആ പോലീസ് ഉദ്യോഗസ്ഥൻ. പക്ഷെ ഇവിടെ ഒരു ജെട്ടി കാണാനുണ്ട്, കുറേ ബോട്ടുകൾ. അവിടെ നമുക്ക് ഗ്രാൻഡ് ഹയാത്ത് കാണാം കേട്ടോ. അവിടെ നെറ്റ്വർക്ക് വാക്ക് വേ ക്ലോസ്ഡ് എന്നുള്ള ബോർഡുണ്ട് ഇവിടെ. എന്നാലും നമുക്ക് നടന്ന് പോയി നോക്കാം. ഈ ഒരു വ്യൂ കണ്ടോ നിങ്ങൾ? അവിടെ ഒരു വലിയ കപ്പൽ കാണുന്നുണ്ടോ നിങ്ങൾ? ഷിപ്പ്യാർഡ് റിഫൈനറി. ഇവിടെ നമുക്ക് ഗ്രാൻഡ് ഹയാത്ത് കാണാം. അവിടെ നമ്മളെ കേരള സർക്കാരിൻ്റെ ഒരു കപ്പലല്ലടാ അത്, ക്രൂയിസ് കപ്പലുണ്ട്, നെഫർട്ടിറ്റി എന്ന് പറഞ്ഞിട്ട്. അതാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. ആ പാലത്തിൻ്റെ സൈഡിലായിട്ട് നിർത്തിയിട്ട് 2000 രൂപയോ അങ്ങനെ എന്തോ കൊടുത്താൽ നമുക്ക് ഒരു ദിവസം ക്രൂയിസ് ഷിപ്പിൽ ട്രാവൽ ചെയ്യാൻ പറ്റും. കേരള ഗവൺമെൻറ്റിൻ്റെ സംഭവമാണ്. അതിൻ്റെ എന്തെങ്കിലും ലിങ്കോ മറ്റോ എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നിങ്ങൾ കയറിയിട്ട് വെറുതെ നോക്കിക്കോ.
പിന്നെ 2000 കൊടുത്ത് പോകാൻ മാത്രമുള്ള എന്താ പറയുക ഫണ്ടിങ് നമുക്കില്ലാത്തതുകൊണ്ട് ഫണ്ടിങ്ങും കാര്യങ്ങളും നമുക്കില്ലാത്തതുകൊണ്ട് അത് ഇപ്രാവശ്യം ചെയ്യുന്നില്ല. അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആയിട്ട് അതിലെല്ലാം കയറി നമുക്ക് സെറ്റ് വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ പറ്റുമെന്ന് വിചാരിക്കാൻ കേട്ടോ. പറ്റിയാൽ മതിയായിരുന്നു. ഇവിടെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. സോ ഈ ഒരു വീഡിയോ എറണാകുളത്തുള്ളവർക്ക് എന്താ പറയുക ഒരു പുതുമയൊന്നും ആയിരിക്കുമല്ലോ, ഡെയിലി കാണുന്ന സംഭവം തന്നെ ആയിരിക്കും. ബാക്കിയുള്ളവർക്ക് വേണ്ടിയാണ് കേട്ടോ ഈ വീഡിയോ, ബാക്കി ജില്ലക്കാർക്ക് വേണ്ടി. അതെ, എസ്പെഷ്യലി വടക്കൻ ജില്ലകളിലുള്ള കണ്ണൂർ, വയനാട്, കാസർഗോഡ്. അബ്ദുൽ കലാം മാർഗനാണ് കേട്ടോ ഇവിടെ പേര് കൊടുത്തിരിക്കുന്നത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മലയാളികളുടെ സ്ഥിരം സ്വഭാവമാണ് ഇത്. നോക്കിയേ, ഇവിടെയൊക്കെ ഓരോ പേര് എഴുതി വെച്ചിട്ടുണ്ടോ, ഓരോ പേരുകൾ, അത് ഇത് എന്തൊക്കെയല്ലോ കുത്തി പറഞ്ഞിട്ടിട്ട് കാണുന്നുണ്ടോ. ഇത് മലയാളികളുടെ ഏറ്റവും വലിയ പ്രശ്നം. എവിടെ പോയാലും നമുക്കിത് കാണാൻ പറ്റും. എന്തൊരു കഷ്ടം നോക്കുക, എന്താവശ്യം എന്താ കിട്ടുന്നത് അതിൽ പേരൊക്കെ എഴുതിയിട്ടിട്ട്. നല്ല അടിപൊളി രസമാണ് ഇത് നടക്കാൻ. ഇത് അങ്ങത്തോളം ഉണ്ട്, നല്ല കായലിൻ്റെ വ്യൂവും. അപ്പോൾ എനിക്ക് തോന്നി ഇതിപ്പോൾ നമ്മൾ നല്ല അങ്ങത്തോളം നടക്കുകയാണെങ്കിൽ തിരിച്ച് ഓട്ടോ പിടിച്ച് വരേണ്ട വരും, അത്രയും ദൂരമുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ തന്നെ എന്തൊരു പോസിറ്റീവ് ഫീലാണ് നോക്കിയത്. വെറുതെ വീട്ടിൽ തന്നെ ചടഞ്ഞുകൂടിയിരിക്കുമ്പോൾ നമ്മൾ ഭയങ്കര മൈൻഡ് ഡൗൺ ആവും കേട്ടോ. ഇവിടെയൊക്കെ വന്ന് നമ്മൾ കുറച്ച് സമയം ഒന്ന് ചിലവഴിക്കുമ്പോൾ തന്നെ എന്തൊരു പോസിറ്റീവ് മൈൻഡാണെന്ന് അറിയാം. കേരള ഗവൺമെൻറ് ഒരു ബോട്ട് പോകുന്നുണ്ട്. ഇവിടെയൊക്കെ ബോട്ട് സർവീസ് ആണല്ലോ മെയിൻ. സൺ കിസ് എന്താല്ലേ പൊളി. നമ്മളൊരു വീഡിയോ ചെയ്തില്ലേ ഒരു ബാർജിൻ്റെ, അത് ഇതേപോലത്തെ ഒരു ഐറ്റമാണ് കേട്ടോ. ഇതുണ്ടോ. പിന്നെ ഇപ്പം നമ്മൾ പറഞ്ഞ നെഫർട്ടിറ്റിയാണിത്, ക്രൂയിസ് കപ്പൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ചെയ്ത അതുപോലത്തെ ഒരു ബാർജിൻ്റെ അകത്താണ് നമ്മൾ ചെയ്തത്, വീഡിയോ ചെയ്തത്. നമ്മൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ അവിടെ ഐക്കാർഡായിട്ട് കൊടുക്കാം, കയറി ഒന്ന് കണ്ടുനോക്കും. പിന്നെ നെഫർട്ടിറ്റി കയറാനുള്ള ആ ഒരു സാമ്പത്തിക സ്ഥിതി ആയിട്ടില്ല. നമ്മുടെ മോണിറ്റൈസ്ഡ് ഒക്കെ ആയാലും നമുക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയുണ്ടായപ്പോൾ മുമ്പ് ഇവിടെ എപ്പം വന്നാലും ഒരു ബൂസ്റ്റ് കുലുക്കി പിടിക്കാറുണ്ട് കേട്ടോ. അയ്യോ മാസ്ക്. അപ്പം എന്താ പറയുക, ബൂസ്റ്റ് കുലിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ജ്യൂസ് മോങ്സിൻ്റെ അത്ര പോരാളെ. ജ്യൂസ് മോങ്സ് എന്തായാലും ഞാൻ പിന്നെ പറഞ്ഞത് കേട്ടോ, അതെൻ്റെ ഷോപ്പാണ്, ഞാൻ പിന്നെ കാണിച്ചു തരാം. ഒരു ഫ്രെയിം നോക്കിയൊക്കെ, ഫ്രെയിം നിറഞ്ഞു നിൽക്കുക. കേരള ഹൈക്കോടതി കാണാൻ വേണ്ടിയിട്ടാണ് അടുത്ത നീക്കം. നമ്മുടെ ഇവിടെ വണ്ടി നിർത്താൻ പറ്റില്ലല്ലോ. വണ്ടി അവിടെ മുമ്പും വന്നിട്ടുണ്ട്, നമ്മളെ സ്ഥിരം പത്രങ്ങളിലൊക്കെ കാണുന്നതാണല്ലോ. നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇനി ഹൈക്കോടതിനകത്ത് വ്ലോഗ് ചെയ്യാൻ വേണ്ടി നമുക്ക് സ്പെഷ്യൽ എന്തെങ്കിലും ഹർജി കൊടുത്തിട്ട് കയറിയാലോ? കാരണം നല്ലൊരു ആശയമാണല്ലോ. വീഡിയോ കണ്ടിട്ട് ലൈക്ക് അടിക്കാത്തവർക്കെതിരെ ഒരു ഹർജി കൊടുത്തിട്ട് നമുക്ക് കയറിയാലോ? അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചേട്ടോ വീഡിയോ. എടാ ഇങ്ങോട്ട് എടുത്തോ. എറണാകുളത്ത് വന്നിട്ട് നമ്മളൊരു മസാല ദോശ തിന്നിട്ടില്ലെങ്കിൽ മോശമല്ലേ? പണ്ട് ഇവിടെ വന്നിട്ട് അടിപൊളി മസാല ദോശ എന്ന് ഓർമ്മയുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ തന്നെ കയറുന്നത് കേട്ടോ. നമ്മുടെ മസാല ദോശ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി അറ്റാക്ക് കൊടുക്കട്ടെ കേട്ടോ. കുറേ നാളായി മസാല ദോശ തിന്നണം വിചാരിക്കുന്നു, പക്ഷേ എറണാകുളത്ത് നല്ലൊരു സ്ഥലം കിട്ടുന്നില്ല. ഇവിടെ ഞാൻ മുമ്പും വന്നിട്ടുണ്ട്. ഇവിടുത്തെ മസാല ദോശ അടിപൊളിയാണ്, പക്ഷെ കുറച്ച് കോസ്റ്റ്ലി കേട്ടോ. ഇവിടെ മഞ്ഞ കളർ മസാല കേട്ടോ. നമ്മുടെ നാട്ടിൽ പലയിടത്തും ബീട്രൂട്ടിൻ്റെ മസാല ഉണ്ടാവുക. ഉപ്പ് കൂടുതലല്ലേ? ചെറുതായിട്ട് ഉപ്പ് കൂടുതലാണ്. ഇപ്പം മസാല ദോശയൊക്കെ കഴിച്ചിറങ്ങി അത്യാവശ്യം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ പൈസ ആയി കേട്ടോ. ഇവിടുത്തെ വെയിറ്റേഴ്സ് മുതൽ എല്ലാവരും തമിഴ്നാട്ടുകാരാണ്. ഇവിടുത്തെ സ്വീറ്റ്സ് അടിപൊളിയാണ്. ഞാൻ മുമ്പ് വന്നപ്പോൾ ഇവിടുന്ന് ഫുഡെല്ലാം കഴിച്ച് കുറച്ച് സ്വീറ്റ്സ് വീട്ടിലോട്ട് വാങ്ങിയിരുന്നു പണ്ട്, കുറേ മുമ്പ്. അത് ഒരു ഏകദേശം രണ്ട് കൊല്ലമായിട്ട്. നിങ്ങൾ ഈ ഒരു സ്ഥലം കണ്ടോ?
ഇത് ആക്ച്വലി ഒരു ഫൈബർ ഗ്ലാസ് ഇട്ടിട്ട് ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടില്ല. പക്ഷെ അതിൻ്റെ അകത്ത് പായൽ കയറിയിട്ട് നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. നമ്മുടെ അഭിമന്യു വർഗീയത തുലയട്ടെ എന്ന് എഴുതി വെച്ച ആ ഒരു ചുമരാണ് കേട്ടോ ഇത്. ഇത് എഴുതിയതിൻ്റെ പേരിലാണ് അഭിമന്യു കൊല്ലപ്പെട്ടതും ആ ഒരു സംഘർഷം ഉണ്ടായതൊക്കെ. നമുക്കിത് കാണാം, വർഗീയത തുലയട്ടെ എന്ന് എഴുതിയത്. ഈ നീല കളറിലുള്ളത് ക്യാമ്പസ് ഫ്രണ്ട്സ് എന്ന് എഴുതി വെച്ചതാണ് അവർ. മഹാരാജാസ് കോളേജിൻ്റെ ബാക്കിലെ എൻട്രൻസ് എന്ന് പറയാൻ പറ്റില്ല, മറ്റൊരു എൻട്രൻസിന് മുമ്പിലാണ് നമ്മളുള്ളത്. ഇപ്പോൾ ജില്ലാ കോടതിയാണ് കേട്ടോ. എല്ലാം കൂടി മൊത്തം കോടതി മയമാണല്ലോ. എടാ കോടതിൻ്റെ ഉള്ളിലെത്തി. ഞങ്ങൾക്ക് വഴി തെറ്റി, ഞങ്ങൾ കോടതിൻ്റെ ഉള്ളിലെത്തി. പണിവാളി വിട്. ഇനിയിപ്പോൾ കോടതിൻ്റെ അകത്ത് അതിക്രമിച്ച് കയറി എന്ന് പറഞ്ഞിട്ട് നമ്മളാ വേറെ എന്തെങ്കിലും ആക്ഷൻ വരുന്നതിൻ്റെ മുമ്പ് നമുക്ക് വിട്ടോളെ. എന്തൊക്കെയല്ലോ സംഭവിക്കാണ്. കറങ്ങിത്തിരിഞ്ഞ് ഞങ്ങൾ കോടതിൻ്റെ ഉള്ളിലെത്തിക്കും. ജില്ലാ കോടതിയാണ് കേട്ടോ ഇത്. കോടതി അടിപൊളിയായിട്ട് ഒരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ ഇവിടെ. ബാക്കിലോട്ട് നോക്കുകയാണെങ്കിൽ ടാങ്കർ ബർത്ത് കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് കണ്ടോ. ഇതൊക്കെ ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. അങ്ങനെ കുറച്ച് ഓയിൽ കമ്പനികളുടെ ടാങ്കറൊക്കെ വന്ന് നിൽക്കുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം. സിഫ്നെറ്റിൻ്റെ ക്യാമ്പസാണിത്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ആൻഡ് നോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ട്രെയിനിങ് എന്ന് പറയുന്ന സിഫ്നെറ്റിൻ്റെ ക്യാമ്പസാണ് കേട്ടോ നമ്മളിവിടെ കാണുന്നത്. അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ളത് നമ്മുടെ സ്വന്തം കുസാറ്റിൻ്റെ ക്യാമ്പസ് ആട്ടോ, ലേക്ക് സൈഡ് ക്യാമ്പസ്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ലേക്ക് സൈഡ് ക്യാമ്പസ്. ഇതും അത് അവിടെ കാണുന്ന ബിൽഡിംഗ് ഒക്കെ മറൈൻ സയൻസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ക്യാമ്പസിലുള്ളത് കേട്ടോ. ഞങ്ങൾ ബിടെക്കാണ്. അടിപൊളിയല്ലേ? അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ പൊളിക്കുമായിരുന്നു. നൈസ്. പാർക്ക് എത്ര മണിക്ക് തുറക്കാന്ന് അറിയില്ല. ഇതൊക്കെ അടച്ചിട്ടിട്ടല്ലേ. എനിക്ക് തോന്നിയത് കോവിഡിന്റെ പ്രശ്നം കൊണ്ട് പാർക്കുകൾ അടച്ചിട്ടാന്നാ തോന്നുന്നത് കേട്ടോ. ഇവിടെ ഈ റോഡ് പൊളിക്കുന്നൊക്കെ ശബ്ദം കൊണ്ട് ഇന്നലെ രാത്രി ഉറങ്ങാൻ പറ്റിയില്ല. ഏകദേശം ഉറങ്ങിയ തന്നെ കുറച്ചേ ഉറങ്ങില്ല. ഇടയ്ക്കിടയ്ക്ക് ഞെട്ടിക്കൊണ്ടൊക്കെ നിന്നിട്ട് രാവിലെ എഴുന്നേൽക്കുകയും ചെയ്തു. നല്ല ക്ഷീണം. എന്താ പറയുക, നമ്മുടെ അതുൽ രാജാണ് നമ്മളെ വണ്ടിയൊക്കെ ഓടിച്ചിട്ട് സഹായിച്ചാട്ടോ. അപ്പോൾ നമ്മളെ ഒരു ചെറിയൊരു വീഡിയോ, അതായത് ഞങ്ങൾ രാവിലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി നമ്മളെ തൊട്ടടുത്തുള്ള കുറച്ച് സ്ഥലങ്ങൾ മാത്രം കാണിച്ചുകൊണ്ടുള്ള ഒരു ചെറിയ വീഡിയോ. ഇപ്പോൾ എറണാകുളംകാർക്ക് ഇതൊരു വലിയ കാര്യമായിരിക്കുമല്ലോ, ബാക്കിയുള്ളവർക്ക് വേണ്ടിയാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചെറുതായി ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല നല്ല വീഡിയോസായിട്ട് അടുത്ത എപ്പിസോഡ് കാണാം. വയറില്ലാത്ത ടെലിഫോൺ എടുത്തിട്ട് കോൾ ചെയ്യുന്ന പോലെ സ്കീം ഇറങ്ങുന്ന രായപ്പൻ. സമയം ഇപ്പം 10:26 കണ്ടോ. മിസ്റ്റർ ആദിത്യൻ, മിസ്റ്റർ വിഷ്ണു രണ്ടുപേരും ഇപ്പോഴും ഉറക്കാണ്. അപ്പോൾ അവരടുത്ത വീഡിയോ കാണാം.